വെൽക്കം ബാക്ക്. റിയാക്ടിങ് മൈ വീഡിയോ പാർട്ട് 3. അതിൽ പാർട്ട് 1ലും 2ലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു കേട്ടോ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ നമ്മളുണ്ടാക്കിയൊരു പ്രൊജക്റ്റാണ്. ജസ്റ്റ് ഒരു ഫണ്ണ് പോലെ ചെയ്തത്. അതായത് നമ്മളെ നോട്ട് പെന്ന് നമ്മളെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് എസ് പെന്നായിട്ട് യൂസ് ചെയ്യാം. ആ ഒരു പെന്ന് നമുക്ക് തന്നെ മേക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? സിമ്പിളായിട്ട് മേക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പ്ലേ ഉണ്ട്. ഓക്കെ, അത് ഏകദേശം 4 വർഷം മുന്നുള്ള വീഡിയോ ആണ്. 2025 വീഡിയോ ആണ് തോന്നുന്നുണ്ട്. ഞാനതിൻ്റെ വർക്കിംഗ് മോഡൽ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ രീതിയിലാട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ വർക്കിംഗ് അതിനുണ്ടാക്കുന്ന മേക്ക് ചെയ്യുന്ന വിധം അതിൽ ഞാൻ പറയുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഇൻട്രോ കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ജസ്റ്റ് പറഞ്ഞോ. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒഴിവാക്കിയ ഒരു പേനയാണ്. അങ്ങനെ ഒരു പേന വേണം. ഇത്തരത്തിലുള്ള ഒരു പേന വേണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ ഒരു ബഡ്സ് വേണം. നമ്മൾ ചെവിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ബഡ്സ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വയറിന്റെ ഒരു കഷ്ണമാണ്, കോപ്പർ വയറിൻ്റെ ഒരു കഷ്ണം. ഇനി മേക്ക് ചെയ്യേണ്ട ഇതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ മേക്ക് ചെയ്യാം. വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് സുഖമായിട്ട് നമ്മളെ എസ് പെൻ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ മേക്ക് ചെയ്ത എസ് പെൻ കണ്ടോ. ബാക്കിൻ്റെ ടോപ്പ് ഊരി നമുക്ക് 2x ഇട്ടോ കുറച്ച് സ്പീഡാക്കാം. ആ ഒരു കോപ്പർ വയർ ബാക്കിലൂടെ നമ്മൾ ചുറ്റിയിട്ട് അതുപോലെ ഫ്രണ്ട് കൊണ്ടുവരാം. ഈ രീതിയിലാക്കിയിട്ടുണ്ട്. വളച്ചു കൊണ്ടുപോകാം. ഇത്തരത്തിൽ കൊണ്ടുപോയി ഈ ഒരു ഭാഗം എത്തുമ്പോൾ അതിനുള്ളിൽ വെച്ച് കൊടുക്കും. ഇതാണ് സംഭവം. ഈ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അതായത് ബഡ്സിൻ്റെ പഞ്ഞിന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ അത്രയും അതിനനുസരിച്ച് ബ്രഷിൻ്റെ ആ ഒരു വലിപ്പം കുറവും കൂടുതലൊക്കെ നോക്കാം. അങ്ങനെ അപ്പോൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കൂർപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഞ്ഞി യൂസ് ചെയ്തിട്ട് കറക്റ്റ് രീതിയിലാക്കി അതാണെങ്കിൽ കാണാൻ പറ്റില്ല. ഇതാണ് നമ്മളെ ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇതൊരു ഫിസിക്സ് പോലെയാണ്. അതായത് നെഗറ്റീവ് ചാർജസ് നമ്മളെ കയ്യിൽ നിന്ന് ഇതിലേക്ക് വരിക ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതാണ് നമ്മൾ കോപ്പർ വയർ യൂസ് ചെയ്തിട്ടാണ് ചുറ്റിയിട്ടുള്ളത്. കോപ്പർ വയറിന് നമ്മളെ കൈ തട്ടണം, അപ്പോൾ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയൊരു സംഗതിയാണ്. നമ്മുടെ ടച്ചിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് കിട്ടാനാണ് നമ്മുടെ ഇവിടെ വളരെ സുഖമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ? അന്ന് 5 കൊല്ലം മുന്നേ നമ്മൾ ജസ്റ്റ് വീഡിയോ പോലെ ചെയ്ത സംഭവം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ പൂതിയുണ്ട് ജസ്റ്റ് ചെയ്ത് നോക്കി. വെറും 3 സാധനങ്ങൾ മതി. ഒരു വയറ്, ഒരു പേന, ഒഴിവാക്കിയ പേന, ജസ്റ്റ് ഒരു ബഡ്സും, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അതിന് 200 വ്യൂസ് ആട്ടോ അപ്പോൾ അതിൽ കിടക്കുന്ന. അന്ന് ചെയ്ത വീഡിയോ ആണ്. അന്ന് വലിയ റീച്ചും കാര്യമൊന്നും ഇല്ല. കമൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. കമൻറ്റ് ഗുഡ് വർക്ക്, നൈസ് പെൻ, സംഭവം കൊള്ളാം. പക്ഷേ ആ സ്പോഞ്ചിൽ എപ്പോഴും വെള്ളം ആ ഒരു പ്രശ്നമുണ്ട്. അതായത് സ്പോഞ്ച് ചെറുതായിട്ട് ഡ്രൈ ആയി പോകാൻ പാടില്ല. ചെറുതായിട്ടൊരു നനവ് ആ സ്പോഞ്ചിൽ വേണം, അപ്പോഴേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. സ്പോഞ്ച് മീൻസ് നമ്മൾ ആ ഒരു ബഡ്സിൻ്റെ എൻഡിൽ. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോനെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്ന വീഡിയോസാണ് ഇനി കുറച്ച് കാലത്തേക്ക് കുറച്ച് ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.